ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. നമുക്കിന്നൊരു ഓയിൽ പേസ്റ്റ് ഡ്രോയിങ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ A4 ഷീറ്റിലായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പേപ്പറിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡ്രോയിങ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗത്തേക്കായിട്ട് ഇതാ പ്രഷ്യൻ ബ്ലൂ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് താഴേക്ക് കുറച്ച് ഭാഗത്തേക്ക് ലൈറ്റ് ബ്ലൂ കളർ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും ആ ഒരു പ്രഷ്യൻ ബ്ലൂ കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കുന്നുകളൊക്കെ നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ പ്രഷ്യൻ ബ്ലൂവും പിന്നെ വയലറ്റ് കളറും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മുടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു കുന്നിന് മുകളിൽ മഞ്ഞൊക്കെ വീണെടുക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഇത്രയും അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കിയിട്ട് അത് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിന് മുകളിലായിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത്. പിന്നെ അതിന് താഴേക്ക് കുറച്ച് ഭാഗത്തേക്ക് നമ്മളിതാ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഓയിൽ പേസ്റ്റിൽ വെച്ച് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ HB പെൻസിൽ വെച്ചിട്ടൊക്കെ വരച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ കുറച്ചുകൂടി പോയിൻറ്റഡ് ആയിട്ട് ഇട്ടാൽ നമുക്ക് പെൻസിൽ വെച്ച് വരയ്ക്കാനായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ അവിടെ ആയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയിലായിട്ട് ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളർ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ താഴെയുള്ള ഭാഗത്തായിട്ട് കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ യെല്ലോയും ഡാർക്ക് ഗ്രീനും കൂടി അടിച്ചെടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെയുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ റെഡും ഓറഞ്ചൊക്കെ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനറി ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.